ഹായ് ഗൈസ്, ഇതൊരു പണിയായിട്ട് വന്നതല്ല ഗൈസ്. ഇത് മുമ്പ് കിട്ടിയ ഒരു പണിയുടെ ആ പണി കഴിഞ്ഞു. അപ്പൊ ബെൽറ്റ് മാറ്റിയ പണിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് വന്നത്. അപ്പം സംഭവം നിലവിൽ ബെൽറ്റ് ഇത്തിരി ലൂസാണ്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ വാങ്ങിച്ച ബെൽറ്റ് ആണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റിക്കൊക്കെ വിഷയമുണ്ട്. അത് പെട്ടെന്ന് പെട്ടെന്ന് ലൂസ് ആവുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അഥവാ ആരെങ്കിലും അങ്ങനെ ബെൽറ്റ് വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും വാങ്ങരുത്. ഇത്തിരി വില കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ കമ്പനിയിൽ നിന്ന് മാറുന്നതായിരിക്കും നല്ലത്. ആഫ്റ്റർ മാർക്കറ്റിൽ വാങ്ങുന്ന ബെൽറ്റിന് അത്രത്തോളം ക്വാളിറ്റിയെ കാണുള്ളൂ. ഇപ്പം പെട്ടെന്ന് തന്നെ ലൂസ് ആവും. അപ്പം ഞാനത് മാറ്റിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പം 3000 കിലോമീറ്റർ അടുപ്പിച്ചായി. പക്ഷെ എന്നാലും അതിന് പ്രശ്നമുണ്ട് ഗൈസ്. അപ്പം അത് ലൂസ് ആവുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പം അഥവാ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി വാങ്ങാൻ നോക്കുക. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലത്തെ പണി കിട്ടും. ഞാൻ കാണിച്ചു തരാം ഗൈസ് എന്താണ് സംഭവം എന്നുള്ളത്. കണ്ട ഗൈസ്, ബെൽറ്റിന്റെ ക്വാളിറ്റി കണ്ട. ബെൽറ്റ് നല്ല രീതിയിൽ ഇതാണ് കണ്ട. ഇതിപ്പോ ബെൽറ്റ് ലൂസാണ്. ലൂസ് ആയത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആവുന്നത്. ഇങ്ങനെ ആവാൻ പാടില്ല. ശരിക്കും ബെൽറ്റ് ടൈറ്റ് ആണെങ്കിൽ അങ്ങനെ ആവില്ല. കണ്ട ഈ ഭാഗം കണ്ട, ഈ അകഭാഗം കണ്ട, ഇവിടെയൊക്കെ നല്ല രീതിയിൽ സ്ലിപ്പായി മാറുന്നുണ്ട്. കണ്ട നീങ്ങുന്ന കണ്ട. അപ്പൊ ശരിക്കും അത് അങ്ങനെ നീങ്ങാൻ പാടില്ല. ടൈറ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ഇരിക്കേണ്ടതാണ്. പക്ഷെ നീങ്ങുന്നുണ്ട്. പിന്നെ ബെൽറ്റ് അത്യാവശ്യം ലൂസാണ്. കണ്ട, ബെൽറ്റ് ഇത്രയും ലൂസ് ആവാനും പാടില്ല. നല്ല ടൈറ്റ് ആയിട്ടിരിക്കേണ്ട സാധനമാണ്. അപ്പം ചെറിയ രീതിയിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബെൽറ്റ് മാറുമ്പം കമ്പനി കൊടുത്ത് മാറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ബെൽറ്റ് വാങ്ങുക. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് അതിൻ്റെതായ പോരായ്മ ഉണ്ട് ഗൈസ്. എന്താ ഗൈസ്, അതാണ് ഇപ്പം നിലവിൽ ബെൽറ്റിന്റെ അവസ്ഥ. അപ്പം എന്തായാലും ഞാനിപ്പോൾ പഴയ പോലെ നല്ല രീതിയിൽ പൊളിച്ചൊന്നും പോകുന്നില്ല. അത്യാവശ്യം ലീഗൽ സ്പീഡിലൊക്കെ പോകാറുള്ളൂ. ഇപ്പൊ ഇക്കോ മോഡും നോർമൽ മോഡും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മുമ്പാണെങ്കിൽ ഞാൻ ഹൈപ്പർ ഇട്ടിട്ട് സിഗ്നലിൽ നിന്ന് ഫുൾ ത്രോട്ടിലൊക്കെ എടുത്ത് പോകുമായിരുന്നു. അപ്പൊ ഒരിക്കൽ ബെൽറ്റ് മാറി ഇങ്ങനെ പണി കിട്ടിയപ്പോഴത്തേക്കും ഞാനത് നിർത്തി. ഇപ്പൊ അത്യാവശ്യം പയ്യാണ് പോകുന്നത്. അപ്പം ബെൽറ്റ് മാറാൻ തന്നെ ഞാൻ 1500 രൂപയായി എനിക്ക് ബെൽറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പം. അത് പിന്നെ ഞാനിപ്പോൾ എനിക്ക് കമ്പനി കൊടുത്ത വാറന്റി ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു 3 ദിവസം 4 ദിവസം ഞാനവിടെ വണ്ടി വെച്ചേക്കണം. അപ്പൊ എനിക്ക് എന്റെ ഓട്ടത്തിന് സ്പെയർ ആയിട്ട് ഞാനൊരു പെട്രോൾ വണ്ടി ഉപയോഗിക്കണം. അപ്പൊ അതിന് പെട്രോൾ എക്സ്പെൻസ് ഒക്കെ കൂടുതലായതുകൊണ്ട് എനിക്ക് പെട്രോൾ അടിക്കാൻ തന്നെ ചിലപ്പോൾ ഷോറൂമിൽ കൊടുക്കുന്നതിന്റെ അത്രയും അതിനേക്കാൾ ഇരട്ടി വരും പെട്രോൾ ഉപയോഗമാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ 1500 രൂപ കൊടുത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു. 2 ദിവസം ഡെലിവറി ടൈം എടുത്തു. എന്നാലും പെട്ടെന്ന് കിട്ടി. ഉടനെ തന്നെ ഞാൻ മാറ്റി. അപ്പം മാറ്റിയതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് പോയി കാണുക. അപ്പം അങ്ങനെ അതാണ് സംഭവം അവസ്ഥ. ഇപ്പം ഓൾമോസ്റ്റ് വണ്ടി 20,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 20,000 കഴിഞ്ഞു. ഞാൻ 17,358 കറക്റ്റ് ബെൽറ്റ് മാറിയത്. അപ്പൊ എന്തായാലും ഇനിയിപ്പം കുഴപ്പമില്ല ഗൈസ്. അപ്പൊ ഇനി എത്ര നാൾ ഓടും എന്നുള്ളത് നോക്കാം. അപ്പൊ അഥവാ ആരെങ്കിലും ബെൽറ്റ് മാറുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിയാലും മാറ്റി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കോളൂ. കുഴപ്പമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ട്. ഇപ്പം നിലവിൽ അത് ബെൽറ്റിന്റെ അടിഭാഗമൊക്കെ അടിയിൽ തട്ടുന്നുണ്ട്. ലൂസ് ആയതുകൊണ്ട് തന്നെയും നമ്മൾ ഗട്ടറിലൊക്കെ ഇറങ്ങുമ്പം ബെൽറ്റിന്റെ അടിഭാഗം അടിയിലത്തെ ചേസിന്റെ അടുത്ത ബെൽറ്റ് കവറിങ്ങിന്റെ പ്ലാസ്റ്റിക് പീസിൽ തട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഥവാ ബെൽറ്റ് നല്ല വാങ്ങുമ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിച്ചാൽ അത്രയും നല്ലത്. പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടൂല. നമ്മൾ നോക്കിയും കണ്ടൊക്കെ പോകണം. എപ്പോൾ വേണോ പൊട്ടാം. അങ്ങനെയൊക്കെ ഉള്ള റിസ്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി വേണം നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ ബെൽറ്റ് ഒക്കെ വാങ്ങാനായിട്ട്. കമ്പനി കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഗൈസ് നല്ലത്. കാരണം വെച്ചാൽ അതാകുമ്പോൾ നല്ല കമ്പനി സാധനം കിട്ടും. അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും. അതിനൊരു വാറന്റി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത ഒരു പണിയായിട്ട് ഉടനെ വരാന്നാണ് ഗൈസ് അടുത്ത എല്ലാ വീഡിയോയിലും പറയാറ്. അപ്പൊ അത് മാറ്റാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി പണികളൊന്നും കിട്ടാതിരിക്കട്ടെ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഗൈസ്. അതുവരേക്കും ബൈ.